നമ്മുടെ മക്കളൊന്ന് പുറത്തിറങ്ങട്ടെ. ഗെയിംസിൻ്റെയും മൊബൈലിൻ്റെയും ഒക്കെ പുറത്ത് വേറൊരു ലോകം അവരറിയട്ടെ. കടകളിലൊക്കെ ഒന്ന് പോവട്ടെ. സാധന സാമഗ്രികളൊക്കെ വീട്ടിലേക്ക് ആവശ്യമായതൊക്കെ അവർ വാങ്ങട്ടെ. അങ്ങനെ വാങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ അവർക്ക് അബദ്ധങ്ങൾ പറ്റിയേക്കാം. അതല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ അവർ ചതിയിൽപ്പെട്ടേക്കാം. ഇതെല്ലാം അവർക്ക് അനുഭവങ്ങളാണ്. അവരെ അത് കൂടുതൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർ കളിക്കാനും മറ്റുമൊക്കെ ആയിട്ട് കൂട്ടുകാരുടെ ഒത്ത് പുറത്തു പോവട്ടെ. മരങ്ങളിൽ കയറട്ടെ, അതല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വീഴട്ടെ. വീണ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ചോര പൊടിഞ്ഞേക്കാം, അതല്ലെങ്കിൽ ഒരുപക്ഷെ കൈകാലുകൾ ഒടിഞ്ഞേക്കാം. ഇതെല്ലാം നമുക്ക് ശരിപ്പെടുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ അതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് നല്ല അനുഭവങ്ങളാണ്. ഭാവിയിലേക്ക് അവരെ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്തൊരു മൊബൈലിൻ്റെ ലോകത്ത് വെർച്വൽ വേൾഡിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളെ പിറ്റേന്ന് അവർ പുറത്തേക്ക് അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ അവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് മക്കൾക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നൽകുകയും അതോടൊപ്പം അവർ പുറത്തിറങ്ങിയാലുള്ള അനുഭവങ്ങളെയും മറ്റുമൊക്കെ പങ്കുവെക്കാനും അവർ ചെന്ന് ചാടുന്ന ചതികളിലും മറ്റുമെല്ലാം അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒക്കെയുള്ള സമയവും സാവകാശവും നമ്മൾ കണ്ടെത്തുകയുമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്.